ഹലോ എവരി വൺ, ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എന്നെ അറിയാമല്ലോ, ഞാൻ നിങ്ങളുടെ അൽഫിദ. ഇതിനു മുമ്പ് ശംഖുഷ്പത്തിൻ്റെ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരുന്നു, അറിയാമല്ലോ. എൻ്റെ ഗ്രാമഭംഗിയും അതുപോലെ കുറച്ച് വിശേഷങ്ങളുമായി നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നു. സ്കിപ്പ് ചെയ്യാതെ കാണണേ. വരൂ, ഞങ്ങളുടെ ഗ്രാമഭംഗിയിലേക്ക് കുറച്ച് വിശേഷങ്ങൾ പറയാം. ഇതെന്താണെന്നറിയാമല്ലോ, ഇതാണ് തുമ്പ. തുമ്പ എന്നത് കേരളീയരുടെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഔഷധ സസ്യവും ഒരു പുഷ്പത്തിൻ്റെ ചെടിയും കൂടിയാണ്. തുമ്പ വംശനാശ ഭീഷണി ഏർപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് കേരളത്തിൽ തുമ്പ കിട്ടാത്ത നിരവധി സ്ഥലങ്ങളുണ്ട്. ഇതാണ് ചെമ്പരത്തി. സാധാരണ എല്ലാ വീടുകളിലും കാണപ്പെടും. ഇതിൻ്റെ ഇല, പൂവ് എല്ലാം ഔഷധ ഗുണങ്ങളാണ്. പണ്ട് കാലങ്ങളിൽ ഷാമ്പുവായി ഉപയോഗിച്ചിരുന്നത് ഇതിൻ്റെ ഇലകളായിരുന്നു. ഇതിൻ്റെ പൂവ് സ്കോഷ് ഉണ്ടാക്കാനും മുടി വളരാനും ഒക്കെ നല്ലതാണ്. ഇതെന്താണെന്നറിയാമല്ലോ, ഇതാണ് ചാമ്പയ്ക്ക. ഇത് 2 വെറൈറ്റികളിലുണ്ട്, വൈറ്റ് കളർ ചാമ്പയ്ക്കയും റെഡ് കളർ ചാമ്പയ്ക്കയും. ഇത് ഞാൻ ചെറുപ്പത്തിൽ നട്ടുവളർത്തിയതാണ്. ഇപ്പോൾ ഇതിൽ നിറയെ കായ്കളുണ്ട്. ഞങ്ങളുടെ വീട്ടിലുള്ളത് വൈറ്റ് കളർ ചാമ്പയ്ക്കയാണ്. ഇതിൽ വാട്ടർ കണ്ടൻറ്റ് ഉള്ളതിനാൽ വേനൽക്കാലത്ത് കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഇത് നോക്കൂ, ഇത് കാണാൻ എന്ത് മനോഹരമാണ്. വരൂ, അടുത്ത കാഴ്ചയിലേക്ക് പോകാം. ഇതാ എൻ്റെ കളിക്കൂട്ടുകാരി റോക്കി. ഭയങ്കര കുറുമ്പിയാണ്, ഭയങ്കര സ്നേഹമാണ്. ഞാൻ സ്കൂൾ വിട്ട് വരുന്നത് വരെ കാത്തിരിക്കും. അവൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം പാലും മുട്ടയുമാണ്. ഇതാരാന്നറിയാമോ, ഇതാണ് എൻ്റെ ചോട്ടു. ഇവൻ വീട്ടിലേക്ക് വന്നിട്ട് 2 ദിവസമേ ആയിട്ടുള്ളൂ. ഇവൻ നല്ല ഇണക്കമുള്ളവനാണ്. എനിക്കിവനെ പരിപാലിക്കാനും ഭക്ഷണം കൊടുക്കാനും വളരെ ഇഷ്ടമാണ്. ഈ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കോഴിയുടെയും താറാവിൻ്റെയും വിശേഷങ്ങളായി വരാം. താങ്ക് യു ഫോർ യുവർ വാച്ചിങ്.